friends, welcome back to my channel, your online teacher. So, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മൺഡേ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിലേക്ക് നിങ്ങൾക്ക് 70+ എന്ന് പറയാൻ പറ്റും. കാരണം ഇതിൽ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് 80 സ്കോർ ചെയ്യാം. എന്തായാലും മിനിമം ഒരു 70 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ചോദ്യവും ഉത്തരം, ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും 70 മാർക്കിലധികം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ സി മാർക്ക് 20 കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എത്രമായി 90 മാർക്ക് എന്തായാലും ഉറപ്പായി അവിടെ. അപ്പം പിന്നെ അവിടെ A+ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് +1 ആ മാർക്ക് ഉണ്ടെങ്കിൽ +2 90 മാർക്കുമായിട്ട് A+ അവിടെ റെഡിയാണ്. അപ്പം നിങ്ങൾ ഉഷാറാണോ? ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേ. ഉഷാറാണെങ്കിൽ ഉഷാർ എന്ന് പറഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്തേ, വേഗം കമൻറ്റ് ചെയ്തേ. ഉഷാറെന്ന് കമൻറ്റ് ചെയ്യൂ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉഷാറെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഉഷാറാണെന്ന് പറയും, നല്ല ഉഷാറാണെന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയില്ല ഈ വീഡിയോ എത്രത്തോളം നീണ്ടുപോകും എന്നുള്ളത് അറിയില്ല. കാരണം മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എക്സാമിൽ 1 മാർക്ക് പോലും നിങ്ങളുടെ പോകരുത്. പിന്നെ നമ്മുടെ തെറ്റാൻ ചാൻസ് 1 വേർഡ് ആണ്. അത് ഇതിൽ കുറേ 1 വേർഡൊക്കെ ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് വരാനാണ് ചാൻസ് ഉള്ളത്. എന്നാലും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, വീഡിയോ എത്രത്തോളം ലെങ്തി ആകും എന്നറിയില്ല. ഒരു പരിധി വിട്ട് ലെങ്തി ആയാലും നമ്മളിത് 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമേ പറയാണ്, നമ്മൾ എടുക്കുന്നതല്ലേ ഉള്ളൂ, അറിയില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചയാണ് പരീക്ഷയുള്ളത്. പഠിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമുള്ളൂ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. 3 ദിവസം നമുക്കുള്ളൂ. ഈ 3 ദിവസത്തിനുള്ളത് മുഴുവനായിട്ട് നമുക്ക് പഠിച്ചു തീർക്കണം. അപ്പോൾ വേഗം വീഡിയോ ലൈക്ക് ചെയ്തേ. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Distinguish between the on-the-job training and off-the-job training. List out any 4 benefits of training to employees of the organization. On-the-job ട്രെയിനിങ്ങും off-the-job ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ട്രെയിനിങ് എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ് ട്രെയിനിങ്ങിലൂടെ. സോ നമുക്ക് അതിൻ്റെ ആൻസർ ഓരോന്നായിട്ട് നോക്കാം. സോ ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ഡിഫറൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ മെത്തേഡ്സും പറഞ്ഞു പോയിട്ട് അതിൻ്റെ ഡിഫറൻസ് പറയാം. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വേർ ദ എംപ്ലോയീസ് ആക്ച്വലി വർക്കിംഗ്, ആ എംപ്ലോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് ലേണിംഗ് വൈൽ ഡൂയിങ് ആണ്. ഇതിൽ വരുന്നതാണ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീനിയർ വർക്കറുടെ ഗൈഡൻസിൽ ട്രെയിനീസ് ഉണ്ടാകും. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, മെഷീനിസ്റ്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. സീനിയർ വർക്കറുടെ കീഴിൽ നിന്നിട്ട് ജോലി പഠിക്കുകയാണ് ചെയ്യുന്നത്. 2 കോച്ചിങ് ഉണ്ട്. കോച്ചിങ് എന്ന് വെച്ചാൽ അതിൽ സീനിയർ മാനേജർ ഒരു ഗൈഡിനെ പോലെ നിന്നിട്ട് ട്രെയിനിങ്, കോച്ചിനെ പോലെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇവരെ ഗൈഡ് ചെയ്യുന്നു, ഇവർക്ക് പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നു, ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, ആ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നൊക്കെ ഇവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കുന്നു. ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബിസിനസ് എന്റർപ്രൈസും കൂടി കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാണ്, കുറച്ച് നാളത്തേക്ക് അവർക്ക് റിയൽ ലൈഫിലുള്ള പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നതാണ്. ദെൻ ജോബ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ട്രെയിനിയെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൂടെ ആ ഓർഗനൈസേഷനിലെ മുഴുവൻ ജോലികളെ പറ്റിയിട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൾക്ക് കിട്ടും. ദെൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന് ലേണിംഗ് ബിഫോർ ഡൂയിങ് എന്ന് പറയുന്നത്. അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടല്ല, വർക്ക് പ്ലേസിൽ നിന്ന് മാറിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൽ വരുന്നതാണ് ക്ലാസ് റൂം ലെക്ചേഴ്സും കോൺഫറൻസസും. സോ ക്ലാസ് റൂം ലെക്ചറേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് ഓഡിയോ വിഷ്വൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് വേണ്ട ഇൻഫർമേഷൻ, റൂൾസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ദെൻ ഫിലിംസ് എന്ന് വെച്ചപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ഡെമോ ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫിലിംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ദെൻ കേസ് സ്റ്റഡിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വൽ റിയൽ എക്സ്പീരിയൻസ്, മാനേജേഴ്സിന് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള റിയൽ എക്സ്പീരിയൻസസ് കേസസ് ആയിട്ട് കൊടുത്തിട്ട് ട്രെയിനീസിൻ്റെ അടുത്ത് ഈ കേസ് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, പ്രോബ്ലം മനസ്സിലാക്കുക, ബെസ്റ്റ് സൊല്യൂഷൻ കാണാനൊക്കെ പറയും. ദെൻ കമ്പ്യൂട്ടർ മോഡലിംഗ് ഉണ്ട്. കമ്പ്യൂട്ടർ മോഡലിംഗ് എന്ന് വെച്ചാൽ നേരെ അവർ ആ ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്ന, ഒത്തിരി റിസ്ക് ഒക്കെ ഉള്ള ജോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആദ്യം ഇവർക്ക് കുറേ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ഇവരെ റിയൽ ജോബിലേക്ക് ഇറക്കുന്നത്. ആൻഡ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഉണ്ട്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു ക്ലാസ് റൂം പോലത്തെ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ട മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങും. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു,
നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിംഗ് വൈൽ ഡൂയിങ് ആണ് അല്ലേ, ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം പഠിക്കുന്നതാണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണിംഗ് ബിഫോർ ഡൂയിങ് ആണ്. ദെൻ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ എന്താണ് അതിൽ വരുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, ഇന്ന മെത്തേഡ്സ് ആണ് അതിൽ വരുന്നതെന്ന് പറയാം. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ ഇന്ന മെത്തേഡ്സ് ആണ് ഇതിൽ വരുന്നതെന്ന് പറയാം. ദെൻ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് കുറച്ചും കൂടി എന്താണ്, ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ മിസ്റ്റേക്സ് വരാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലാണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ മിസ്റ്റേക്സ് വരാൻ വേണ്ടി ചാൻസ് കുറവാണ്. ദെൻ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ വരുമ്പോൾ അത് കോസ്റ്റ്ലിയാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് അത്ര കോസ്റ്റ്ലി അല്ല. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കും. സോ അത് കോസ്റ്റ്ലിയാണ്. സോ അങ്ങനെ നമുക്ക് അതിന് ഡിഫറൻസ് എഴുതാം. പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലിസ്റ്റ് ഔട്ട് എനി 4 ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ഈ ട്രെയിനിങ് കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം. എംപ്ലോയീസിനുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിൽ ആൻഡ് നോളജ് ഇമ്പ്രൂവ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എംപ്ലോയീസിന് ഇത് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കും. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും മൊറയിലും ഇൻക്രീസ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. സെറ്റല്ലേ? സോ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ബൈ അബ്രഹാം മാസ്ലോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അബ്രഹാം മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി, നീഡ് ഹൈറാർക്കി തിയറി ഒരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോക്കാം. ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞില്ലെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്തോളും, ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. സോ ഇതാണ് അതിൻ്റെ ഡയഗ്രാം. സോ നോക്കി, ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. സോ ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബേസിക് നീഡ്സ് ആണ് ഇതിൽ വരുന്നത്. ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, സ്ലീപ്പ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ഒരാളുടെ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും? ബേസിക് സാലറി കൊടുക്കുന്നതിലൂടെ. ഇതായിട്ട് ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ ഇത് വരുന്നത് ബേസിക് സാലറി. ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെൻ്റൽ അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഹാമുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുക. എങ്ങനെ ഒരു ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിൽ ഇത് എങ്ങനെയാണ് വരിക? ജോബ് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, പെൻഷൻ, ഗ്രൂപ്പ് ഇൻഷുറൻസിലൂടെയൊക്കെ. ദെൻ സോഷ്യൽ അല്ലെങ്കിൽ ബിലോങ്ങിങ് നീഡ്, അതായത് ലവ് ആൻഡ് അഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ് വേണം, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഇതെങ്ങനെയാണ് ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ വരുന്നത്? ആ ഓർഗനൈസേഷനിൽ തന്നെ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നതിലൂടെ. ദെൻ എസ്റ്റീം നീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്റ്റീജ്, ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്റ്റ്, മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമാണ്. ഇതെങ്ങനെയാണ് ഓർഗനൈസേഷനിൽ സാറ്റിസ്ഫൈഡ് ആകുന്നത്? അയാളുടെ നല്ല പെർഫോമൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, ചലഞ്ചിങ് ജോബ്സ് കൊടുക്കുക, പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ഇതിലൂടെയൊക്കെ. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് നീഡ് ഹൈറാർക്കി തിയറിയിലെ ഹയസ്റ്റ് ലെവലിലുള്ളതാണ്. ഒരാൾ എന്താകാൻ ആഗ്രഹിക്കുന്നു അത് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അത് ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇത്തവണ എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമിന് ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഏതൊരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു മാർക്ക് പോലും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത് കേട്ടോ. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർക്കും മാർക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. വാട്ട് ഡു യു മീൻ ബൈ, മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ സെയിൽസ് പ്രൊമോഷൻ? എന്താണ് സെയിൽസ് പ്രൊമോഷൻ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 7 സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. 7 8 ഒക്കെ ചോദിച്ചേക്കാം, എല്ലാം പഠിച്ചു വെച്ചേക്കാം. എന്താണ് സെയിൽസ് പ്രൊമോഷൻ? സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ സെയിൽസ് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിലാദ്യം വരുന്നതാണ് റിബേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു അപ്പോൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന സമയത്തോ ഫെസ്റ്റിവൽ സീസണിൻ്റെ സമയത്തോ ആ പ്രോഡക്റ്റിന് വില കുറച്ച് കൊടുക്കുന്നു. ദെൻ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റഡ് പ്രൈസിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് കുറച്ചിട്ട് കൊടുക്കുന്നു. ദെൻ റീഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പാർട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൈസിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് പണം തിരിച്ച് റീഫണ്ട് ചെയ്ത് തരും. ദെൻ പ്രീമിയം ഓഫർ എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ വേറൊരു പ്രോഡക്റ്റ് ഫ്രീ കൊടുക്കുന്നതാണ്. ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിം പ്രോഡക്റ്റിൻ്റെ തന്നെ എക്സ്ട്രാ ക്വാണ്ടിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ദെൻ ഇൻസ്റ്റൻറ്റ് റോസ് ആൻഡ് അസൈൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്ക്രാച്ച് കാർഡില്ലേ, സ്ക്രാച്ച് കാർഡിലൂടെ അത് സ്ക്രാച്ച് ചെയ്യുന്നു, അങ്ങനെ വിന്നർ അയാൾക്ക് പ്രൈസ് കിട്ടുന്നു. ലക്കി ഡ്രോ എന്ന് പറഞ്ഞാൽ ലോട്ടിട്ട് നമ്മൾ എടുക്കില്ലേ, ഒരു കൂപ്പൺ കൊടുക്കുന്നു, അത് ആ ബോക്സിൽ ഇടുന്നു, ദെൻ ആ പറയുന്ന പർട്ടിക്കുലർ ഡേറ്റിൽ അത് നോക്കിയെടുക്കുന്നു, ആ വിന്നറെ സെലക്ട് ചെയ്യുന്നു. ദെൻ യൂസബിൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വൗച്ചർ, അതായത് അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ 1000 രൂപയുടെ
സാധനം വാങ്ങിച്ചാലോ അല്ലെങ്കിൽ 5000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ 2000 രൂപയുടെ ഹോളിഡേ പാക്കേജ് ഫ്രീ. ഹോളിഡേ പാക്കേജ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലേ, അതേപോലെ. ദെൻ ഫുൾ ഫിനാൻസ് അറ്റ് 0% എന്ന് വെച്ചാൽ EMI തന്നെ, പക്ഷേ നോ കോസ്റ്റ് ആണ്, നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ദെൻ സാമ്പിളിങ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഫ്രീ സാമ്പിള് പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് ആദ്യം പറഞ്ഞതെല്ലാം, ആദ്യമേ പറയുന്ന കുറേ കാര്യങ്ങൾ, കുറേ ചോദ്യങ്ങൾ 8 മാർക്കിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ്. ഇത് ഏത് പ്രോസസ്സാണ്? ഈ കൺസെപ്റ്റ് ആണ് റിക്രൂട്ട്മെന്റ്. ഇത്തവണത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് റിക്രൂട്ട്മെന്റ്. എക്സ്പ്ലെയിൻ എനി 2 internal sources and any 5 external sources. ഇങ്ങനെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിലും ഈ ചോദ്യം 8 മാർക്കിലേക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് ഇന്റേണൽ സോഴ്സ്, അതായത് ഒരു വേക്കൻസി വരുന്നു, അത് എങ്ങനെ ഫില്ല് ചെയ്യുന്നു. ഇന്റേണലി ഓർഗനൈസേഷൻ അകത്തു നിന്ന് തന്നെ എംപ്ലോയീസിനെ വെച്ച് ഫില്ല് ചെയ്യുന്നതാണ് ഇന്റേണൽ സോഴ്സ്. അതിലൊന്നാണ് ട്രാൻസ്ഫർ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു വേക്കൻസി വരുന്നു, അപ്പോൾ എന്ത് ചെയ്യാണ്, അധികം എംപ്ലോയി ഉള്ള ബ്രാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് ചെയ്യാണ്, വേറൊരു ബ്രാഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള റെസ്പോൺസിബിലിറ്റി സ്റ്റാറ്റസ് ഒന്നും മാറുന്നില്ല, സാലറി ഒന്നും മാറുന്നില്ല, എല്ലാം സെയിം തന്നെ, പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ പ്രൊമോഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഹയർ ആയിട്ടുള്ള ഏതെങ്കിലും പൊസിഷനിലൊക്കെ ജോബ് വേക്കൻസി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, താഴെയുള്ള അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു എംപ്ലോയി എന്ത് ചെയ്യും, ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ്. അത് താഴെ നിന്ന് മുകളിലേക്ക് അയാൾക്ക് കിട്ടുന്ന ഷിഫ്റ്റിംഗ് ആണ്. അതിലൂടെയുള്ള സാലറി, റെസ്പോൺസിബിലിറ്റി എല്ലാം അവിടെ ഇൻക്രീസ് ആകുന്നുണ്ട്. അതാണ് ഇന്റേണൽ സോഴ്സസ്. ഇനി ഇന്റേണൽ സോഴ്സിൻ്റെ മെറിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും, റിലയബിൾ ആണ്. ദെൻ ട്രാൻസ്ഫർ ഒരു ടൂൾ ഓഫ് ട്രെയിനിങ് കൂടിയാണ്, അങ്ങനെയൊക്കെ ചീപ്പറാണ്. ഡിമെറിറ്റ് പറഞ്ഞാൽ ഫ്രഷ് ടാലൻറ്റ് വരുന്നില്ല, എംപ്ലോയീസ് മടിയന്മാരാകാൻ ചാൻസ് ഉണ്ട്, പുതിയ എൻ്റർപ്രൈസിന് ഇത് പറ്റില്ല, സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാവില്ല, പിന്നെ എപ്പോഴും ട്രാൻസ്ഫർ വന്നാൽ അത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ദെൻ എക്സ്റ്റേണൽ സോഴ്സസ് പുറമേ നിന്ന് എംപ്ലോയിനെ ഫില്ല് ചെയ്യുന്നതാണ്. അതിലാദ്യം വരുന്നതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനിൽ നോട്ടീസ് ബോർഡിൽ കൊടുക്കും, ഇങ്ങനെയുള്ള വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻ്റെ നോട്ടീസ് ബോർഡിൽ കൊടുക്കും. ദെൻ ഇന്ന ഡേറ്റിൽ ഹാജരാകണം എന്ന് പറയും, ആ ഇന്ന ഡേറ്റിൽ അയാൾ എത്തിച്ചേരുന്നു, അതിലൂടെ എന്ത് ചെയ്യാണ്, ആ ഓൺ ദി സ്പോട്ടിൽ സെലക്ഷൻ നടത്തുന്നതാണ്. ദെൻ കാഷ്വൽ കോളേഴ്സ് ഉണ്ട്, അതായത് ഇവിടെ ആ ഓർഗനൈസേഷനിൽ ജോലി അന്വേഷിച്ചിട്ട് വരുന്ന ആളുകളുടെ ഡേറ്റ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഡേറ്റാബേസ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ ആ ഡേറ്റാബേസിൽ നിന്ന് ആളെ സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്യും. ദെൻ അഡ്വർടൈസ്മെൻറ്റ് അറിയാലോ, ന്യൂസ് പേപ്പറിലൂടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. ദെൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് ഉണ്ടല്ലോ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഗവൺമെൻറ് റൺ ചെയ്യുന്നതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അപ്പോൾ അതിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാകും. അപ്പോൾ കമ്പനിക്ക് ജോലിക്കാരെ വേണ്ട സമയത്ത് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നു. ദെൻ അടുത്തതാണ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്. പ്ലേസ്മെൻറ്റ് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എംപ്ലോയീസ് ഏത് പൊസിഷനിലേക്കാണോ ഏത് ക്വാളിഫിക്കേഷനുള്ള എംപ്ലോയി ആണോ വേണ്ടത് അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് കമ്പനികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസിനെ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് അതിനൊരു കൺസൾട്ടേഷൻ ചാർജ് കൊടുക്കേണ്ടി വരും. ദെൻ ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷൻസും കോളേജും അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളും ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് വലിയ ഓർഗനൈസേഷൻസിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ ഒന്ന് ഇൻ്റർവ്യൂ നടത്തി ആളുകളെ എടുത്തിട്ട് പോകും. ദെൻ റെക്കമെൻഡേഷൻ ഓഫ് പ്രസൻറ്റ് എംപ്ലോയീസ്, നിലവിലുള്ള എംപ്ലോയീസ് അവരുടെ പരിചയത്തിലുള്ള ആളുകളെ റെക്കമെൻഡ് ചെയ്യുന്നതും. ലേബർ കോൺട്രാക്ടേഴ്സ്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വാർക്കപ്പണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10-12 ഭായിമാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോൺട്രാക്ടറെയാണ് സമീപിക്കുക, അല്ലെ അയാളുടെ കീഴിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അയാൾ ആ സമയത്ത് നമുക്ക് ആ എംപ്ലോയീസിനെ എത്തിച്ചു തരാണ് ചെയ്യുന്നത്. ദെൻ ടെലിവിഷനിലൂടെ അഡ്വർടൈസിങ് കൊടുക്കുന്നു, ഓൺലൈൻ സൈറ്റ്സിലൂടെ Naukri.com, ജോബ് സ്ട്രീറ്റ് അങ്ങനെയുള്ള ഓൺലൈൻ വെബ്സൈറ്റ്സിലൂടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതൊക്കെ അതിൽ വരുന്നതാണ്. സോ ഓക്കെ അല്ലേ? ബോറടിക്കുന്നില്ലല്ലോ? താഴെ നിന്ന് കമൻറ്റ് ചെയ്തിട്ട് ബോറടിക്കുന്നില്ലല്ലോ? സോ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതും 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എനി 8 ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ 8 ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ ആദ്യത്തെ ഫങ്ഷൻ ഗ്യാദറിംഗ് ആൻഡ് അനലൈസിങ് മാർക്കറ്റ് ഇൻഫർമേഷൻ കണ്ടുപിടിക്കുക, അതായത് കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ആദ്യം. ദെൻ മാർക്കറ്റ് പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ് ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്, മാർക്കറ്റിലും കൂടെ എന്താണ് നേടേണ്ടത് എന്ന് പ്ലാൻ ചെയ്യുക.
അങ്ങനെ പ്ലാൻ ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് ആണ്. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു കസ്റ്റമേഴ്സിന് എത്തിക്കുന്ന രീതിയിൽ. ദെൻ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷനിലൂടെ കടന്നു പോകുകയാണ്. അതായത് നേരത്തെ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രൈസിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണെന്ന് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, സൈസ്, വെയിറ്റ് ഒക്കെ അനുസരിച്ച് അതിനെ ഗ്രേഡ് ചെയ്യും. പല ക്ലാസ്സസ് ആയിട്ട് തിരിക്കും. ക്ലാസ്സസ് ആയിട്ട് തിരിച്ചതിന് ശേഷം പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ആണ്. പാക്കേജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് ഇടാനുള്ള ഒരു കണ്ടെയ്നറോ റാപ്പറോ ബോക്സോ അതിലേക്ക് ആക്കിയ പ്രോഡക്റ്റ് വെക്കുന്നതാണ് പാക്കേജിങ്. ലേബലിംഗ് എന്ന് വെച്ചാൽ ആ പാക്കേജിൻ്റെ മുകളിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് വ്യത്യസ്തമായി നിൽക്കുന്നതിനും ആളുകൾക്ക് കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയിട്ട് അതിനൊരു പേരോ സിമ്പലോ എന്തെങ്കിലും കൊടുക്കുന്നതാണ്. ദെൻ കസ്റ്റമർ സപ്പോർട്ട് സർവീസസ് ഉണ്ട്. അത് ആഫ്റ്റർ സെയിൽ സർവീസസ് ആണ്. കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുക, മെയിൻ്റനൻസ് സർവീസ്, ഇതൊക്കെ. ദെൻ പ്രൈസിങ് ഓഫ് പ്രോഡക്റ്റ്, അതായത് എല്ലാ തരത്തിലുള്ള കോസ്റ്റുകളും എല്ലാം നോക്കിയിട്ട് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുക. ദെൻ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെന്ന് ആളുകളെ അറിയിക്കുക, അതിലൂടെ അത് വാങ്ങിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതാണ്. ദെൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഒക്കെയാണ് അതിൽ വരുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, അതെന്ന് പറയുന്നത് ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിങ്. ഡിമാൻഡ് വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് സ്റ്റോറിങ് ആൻഡ് വെയർ ഹൗസിങ്. ക്ലിയർ അല്ലേ? 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്ത 8 മാർക്കിൻ്റെ ചോദ്യമാണ് സ്റ്റാഫിംഗ് ഈസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്, ഇറ്റ് ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്സ്. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റ്. നമുക്ക് എത്രത്തോളം എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യമുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എണ്ണം എടുക്കണമല്ലോ, എണ്ണം എടുത്തു. then അതിനുശേഷം റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് എന്നതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടുപിടിച്ച് ആ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുകയാണ് റിക്രൂട്ട്മെന്റ്. അങ്ങനെ അപ്ലൈ ചെയ്തവരിൽ നിന്ന് കറക്റ്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നു, അല്ലാത്ത ആളുകളെ റിജക്ട് ചെയ്യുന്നു. അതുകൊണ്ട് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ വൺ വേർഡിൽ വരുന്ന കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ. ദെൻ സെലക്ട് ചെയ്ത ആളെന്ത് ചെയ്യുക, പ്ലേസ്മെന്റ്, ആ ജോലിയിലേക്ക് അയാളെ ഇരുത്തുന്നതാണ് പ്ലേസ്മെന്റ്. ദെൻ ആ എംപ്ലോയിയെ മറ്റുള്ള എംപ്ലോയീസുമായിട്ടും ഓർഗനൈസേഷൻ്റെ റൂൾസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സും ഒക്കെ ആയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഓറിയന്റേഷൻ. ദെൻ അതിനുശേഷം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ നോളജും സ്കില്ലും ആറ്റിറ്റ്യൂഡും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ അയാൾക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കും. അതിനുശേഷം അയാൾ വർക്ക് ചെയ്ത് തുടങ്ങും. ദെൻ അയാളുടെ പെർഫോമൻസ് അളക്കും. നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണോ ഇയാൾ ജോലി ചെയ്യുന്നതൊക്കെ പെർഫോമൻസ് ഒക്കെ അളക്കും. പെർഫോമൻസ് അപ്രൈസൽ കഴിഞ്ഞിട്ട് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു എംപ്ലോയി എന്ത് ചെയ്യും, പ്രൊമോഷൻ കൊടുക്കും. ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് പ്രൊമോഷൻ. ദെൻ അതിനുശേഷം കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ ഇവിടെ പിഴ എന്നല്ലാട്ട് ഉദ്ദേശിക്കുന്നത് ആ ശമ്പളം, സാലറി കൊടുക്കുന്നതാണ്. അതായത് എംപ്ലോയിക്ക് കൊടുക്കുന്ന റിവാർഡാണ് ഇവിടെ കോമ്പൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സാലറി, കമ്മീഷൻ, ബോണസ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ്, മെഡിക്കൽ ഫെസിലിറ്റി, ഇതൊക്കെ ഇതിൽ വരും. ഓക്കെ, സെറ്റല്ലേ? 8 മാർക്കിന് അടുത്ത ചോദ്യം. വാട്ട് ആർ ദി കീ എലമെന്റ്സ് ഫോർ 4 P's ഓഫ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗിന്റെ 4 P's അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ 8 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. സോ നോക്കാം. മാർക്കറ്റിംഗ് മിക്സ് 4 എണ്ണമാണ് വരുന്നത്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. സോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തിനെയും പറ്റിയിട്ടും കുറച്ച് എഴുതിയാൽ മതി കേട്ടോ. ഒരു പേജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്നറിയാൻ പാകത്തിനല്ല, ഒരു പേജ് ഫുള്ളൊന്ന് ആകാൻ പാകത്തിനായാലും മതി. കുറച്ച് എഴുതിയാൽ മതി, കാരണം ഇതിനെ പറ്റിയിട്ടൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, എല്ലാം വലിച്ചു വാരി എഴുതണ്ട. സോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ സെയിലിന് വെച്ചിട്ടുള്ള എന്താണോ അതാണ് പ്രോഡക്റ്റ്. ദെൻ പ്രൈസ് എന്ന് നിങ്ങൾ പ്രോഡക്റ്റിൽ ഇവിടെ ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞാൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യണേ. പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് കിട്ടാൻ കസ്റ്റമേഴ്സ് എത്ര എമൗണ്ട് പേ ചെയ്യണം, അതാണ് പ്രൈസ്. ദെൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ടാർഗറ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് വരെ അതിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിൽ വരുന്നത്. ദെൻ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെന്ന് ആളുകളെ അറിയിക്കലും അതിലൂടെ അത് വാങ്ങിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഇതുമാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് അതിലേക്ക് എക്സ്ട്രാ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്. കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ട്, ഡ്യൂറബിലിറ്റി ബേസിസിൽ വരുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് കുറച്ചായിട്ട് എഴുതിയത് ഫുള്ള് എഴുതേണ്ട ആവശ്യമില്ല, കുറച്ചായിട്ട് എഴുതാം. then അതേപോലെ തന്നെ പ്രൈസ് പറയുമ്പോൾ പ്രൈസ് നമ്മൾ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ പറയാം. ദെൻ പ്ലേസ് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ, വെയർ ഹൗസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പ്രൊമോഷൻ പറയുമ്പോൾ അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ് ഒക്കെ ഇതിൽ വരും എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞേക്കാം.
ഓക്കെ. തന്നെ അടുത്തതാണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയൽ. ഹെൻറി ഫയലിന്റെ 8 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിതിൽ 14 പ്രിൻസിപ്പിൾസ് നോക്കാം. നിങ്ങളുടെ ഒരു മാർക്ക് പോലും പോകാൻ പാടില്ല. സോ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് നോക്കാം. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ ആദ്യത്തേത് വരുന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെറിയ ചെറിയ ജോബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിൽ സ്പെഷ്യലൈസേഷൻ വരും. ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ് ഇടാനുള്ള കഴിവും, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു ബാധ്യതയും കൂടിയാണ്. ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ് വേണമെന്നാണ് അതിൽ പറയുന്നത്. ദെൻ ഡിസിപ്ലിൻ. ഡിസിപ്ലിനിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ക്ലിയർ റൂൾസും റിവാർഡ് സിസ്റ്റവും പണിഷ്മെന്റ് സിസ്റ്റം ഒക്കെ വേണം. യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത് ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറുടെ അടുത്തുനിന്ന് മാത്രമാണ് ഓർഡേഴ്സ് സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷനും ഒക്കെ വരും. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വൺ ഹെഡ് വൺ പ്ലാൻ എന്നുള്ള രീതിയിലായിരിക്കണം പോകേണ്ടത്. എല്ലാവരുടെയും ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. ദെൻ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും, പക്ഷേ അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജനറൽ ഇൻട്രസ്റ്റിനാണ്, അതായത് ഓർഗനൈസേഷൻ്റെ ഗോളിനാണ്. ദെൻ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. ഓരോ എംപ്ലോയീസിനും അവരുടെ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫെയർ വേജസ് കൊടുക്കണം. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ കുറച്ച് പേര് ചേർന്നിട്ടാണെങ്കിൽ അതാണ് സെൻട്രലൈസേഷൻ. ഒരുപാട് പേര് ചേർന്ന തീരുമാനം എടുക്കുന്നെങ്കിൽ അതാണ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലൊരു ബാലൻസ് വേണം. ദെൻ സ്കലാർ ചെയിൻ. സ്കലാർ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് റേഞ്ചിങ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്. ഹയർ റാങ്കിൽ നിന്ന് ലോവർ റാങ്കിലേക്ക് ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈ രീതിയിൽ മാത്രമേ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ബട്ട് ഇത് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഫിഗറും കൂടി നിങ്ങൾ വരയ്ക്കണം. ബട്ട് ഇൻ കേസ് ഓഫ് എനി എമർജൻസി, എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ലെവലിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന് ആ ഷോർട്ട് കട്ടിനെയാണ് ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ദെൻ ഓർഡർ. ഓർഡർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിലെ എല്ലാത്തിനും മെറ്റീരിയൽ മെഷീനറി എല്ലാത്തിനും ഒരു ഓർഡർ വേണമെന്നാണ് പറയുന്നത്. ഇക്വിറ്റിയിൽ പറയുന്നത് മാനേജേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല? ഇക്വിറ്റിയിൽ പറയുന്നത് മാനേജേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല? മാനേജേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഡിസ്ക്രിമിനേഷൻസ് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് ഇക്വിറ്റിയിൽ പറയുന്നത്. ഏതൊരു രീതിയിലും സെക്സ്, റിലീജിയൻ, ലാംഗ്വേജ്, നാഷണാലിറ്റി അങ്ങനെ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പാടില്ല? അവർ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. എംപ്ലോയീസിനെ എപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ ജോലിയിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല? ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അവർക്ക് അവിടെ അഡാപ്റ്റ് ആകാൻ ഒരു റീസണബിൾ ടൈം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ആ ജോലി മടുപ്പിക്കും. ദെൻ ഇനീഷ്യേറ്റീവ്. എംപ്ലോയീസ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നിട്ടിറങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മാനേജേഴ്സ് എപ്പോഴും പ്രേരിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എസ്പിറേറ്റ് ഡീകോപ്സ്, അതായത് യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. അതായത് മാനേജേഴ്സ് ഒരു ടീം വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ടീമായിട്ട് നിൽക്കുകയാണ് എപ്പോഴും വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്. പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും 8 മാർക്കിൻ്റെ ചോദ്യമാണ്. സോ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പിൽ ആദ്യത്തേത് വരുന്നതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, എന്താണോ നേടാനുള്ളത് അത് ക്ലിയർ കട്ടായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഡെവലപ്പിംഗ് പ്രിമൈസസ്. അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് പ്ലാനിങ് പ്രിമൈസസ്. പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഇവൻസിനെ പറ്റിയിട്ട് നമ്മൾ എടുക്കേണ്ട കുറേ അസംഷൻസ് ആണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്പിംഗ് പ്രിമൈസസ് അതാണ് വരുന്നത്. ദെൻ അതിനുശേഷം ഐഡൻറ്റിഫൈങ് ഓൾട്ടർനേറ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളതെല്ലാം എന്ത് ചെയ്യലാണ്? അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എന്ത് വരുന്നത്? ഐഡൻറ്റിഫൈങ് ഓൾട്ടർനേറ്റീവ്. ദെൻ ആ ഐഡൻറ്റിഫൈ ചെയ്തതിൽ നിന്ന് എല്ലാത്തിൻ്റെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്. ദെൻ അതിൽ മെറിറ്റ് കൂടുതലും ഡിമെറിറ്റ് കുറവും ഉള്ളത് സെലക്ട് ചെയ്യുക. ദെൻ ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ, അത് നടപ്പിൽ വരുത്തുക, അത് ഫോളോ അപ്പ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അത് ഫോളോ അപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ് എന്തിൽ വരുന്നത്? ഫോളോ അപ്പ് ആക്ഷനിൽ വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്സ്. അതിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, അറിയാതെ അത് എക്സ്ട്രാ പിന്നെയും ഇതിലേക്ക് ആഡ് ആയതാണ്. സ്റ്റാഫിംഗ് പ്രോസസ്സ് 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് അത് നമ്മൾ പറഞ്ഞതല്ലേ? ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞതുള്ളൂ. ദെൻ വാട്ട് ഈസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. മാറിപ്പോകരുത്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്.
സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സിൽ ആദ്യം വരുന്നതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർക്കറിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8 ഫോർമെൻ വേണമെന്നാണ് പറയുന്നത്. 8 ഫോർമെൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? 8 ഫോർമെൻ എന്ന് പറയുമ്പോൾ അതിൽ പ്ലാനിങ് ഇൻചാർജിൻ്റെ കീഴിൽ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ വരും. പ്രൊഡക്ഷൻ ഇൻചാർജിന് കീഴിൽ ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ ബോസ്, സ്പീഡ് ബോസ് വരും. റൂട്ട് ക്ലർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട റൂട്ട് തീരുമാനിക്കും. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഓരോ ജോലി ചെയ്ത് തീർക്കാനുള്ള ടൈമും കോസ്റ്റും പ്രിപ്പയർ ചെയ്യും. ടൈം ആൻഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഡിസിപ്ലിനേറിയൻ അവരുടെ ഡിസിപ്ലിൻ ഉറപ്പ് വരുത്തും. സ്പീഡ് ബോസ് റിക്വയർഡ് സ്പീഡിലാണ് വർക്ക് നടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തും. ഗ്യാങ് ബോസ് മെഷീനറീസ് ആൻഡ് ടൂൾസ് അറേഞ്ച് ചെയ്ത് വെക്കും. റിപ്പയർ ബോസ് റിപ്പയർസ് എല്ലാം കൈകാര്യം ചെയ്യും. ഇൻസ്പെക്ടർ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ഉറപ്പ് വരുത്തും. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈ ഫിഗർ വരയ്ക്കണം കേട്ടോ നിങ്ങൾ. then അടുത്തതാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അതായത് സ്റ്റാൻഡർഡൈസേഷനിൽ പറയുന്നത് എല്ലാ മെറ്റീരിയൽ, ടൈം, പ്രോഡക്റ്റ് അങ്ങനെ എല്ലാ കാര്യത്തിനും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. സിംപ്ലിഫിക്കേഷനിൽ എന്താ പറയുന്നത്? എലിമിനേഷൻ ഓഫ് സൂപ്പർഫ്ലോസ് വെറൈറ്റി, സൈസ് ആൻഡ് ഡയമെൻഷൻ. ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള വെറൈറ്റീസ് എല്ലാം എന്ത് ചെയ്യുക? ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദെൻ മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി നടത്തുന്നത് ഒരു ജോലി ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് വേ കണ്ടുപിടിക്കാനാണ്. മോഷൻ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ജോലി ചെയ്യുമ്പോൾ വരുന്ന എല്ലാ മൂവ്മെൻറ്റ്സും കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ടൈം സ്റ്റഡി നടത്തുന്നത് ഒരു ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം, മിനിമം ടൈം കണ്ടുപിടിക്കാനും. ഫറ്റീഗ് സ്റ്റഡി നടത്തുന്നത് ഒരു ജോലി ചെയ്യുമ്പോൾ എന്തുമാത്രം റെസ്റ്റ് ഇൻ്റർവെൽ വേണം, അത് എന്തുമാത്രം അളവിൽ കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാനും. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റത്തിൽ പറയുന്നത് ഡ്യുവൽ വേജ് റേറ്റ് വേണം എന്നുള്ളതാണ് പറയുന്നത്. എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഡ്യുവൽ വേജ് റേറ്റ് വേണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. സോ ഇതാണ് സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് വരുന്നത്. ഓക്കെ, അടുത്താണ് സ്റ്റേറ്റ് ദ പ്ലാനിങ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്. പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നത് കുറച്ച് 8, 6 മാർക്ക് ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇവിടെ നിന്ന് ഇനി താഴേക്ക് കുറച്ച് വരുന്നത് 8 മാർക്കിന് 6 മാർക്കിന് മാറി ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. സോ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പ്ലാനിങ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യം. പ്ലാനിങ് മാനേജേഴ്സിൻ്റെ പ്രൈമറി ഫംഗ്ഷനാണ്, ആദ്യത്തെ ഫംഗ്ഷനാണ്. അതിനുശേഷമാണ് ബാക്കിയെല്ലാം വരുന്നത്. ദെൻ പ്ലാനിങ് ഇസ് പെർവാസീവ്. പ്ലാനിങ് എന്ന് പറയുന്നത് എല്ലാ ലെവൽസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിലും പ്ലാനിങ് അത്യാവശ്യമാണ്. ദെൻ പ്ലാനിങ് ഇസ് കണ്ടിന്യൂസ് ആണ്. ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും എന്ത് ചെയ്തു? പുതിയ പ്ലാൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ദെൻ പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി കണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഡിസിഷൻ മേക്കിംഗ് ആണ്, അതായത് തീരുമാനങ്ങൾ എടുക്കാൻ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും. ഇതൊരു മെൻ്റൽ എക്സസൈസ് കൂടിയാണ്. ഓക്കെ, then അടുത്തതാണ് എക്സ്പ്ലെയിൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും നമ്മൾ പറഞ്ഞില്ല അല്ലേ? അപ്പോൾ മെറിറ്റും ഡിമെറിറ്റും പറയാമേ. മെറിറ്റും ഡിമെറിറ്റും നോക്കാം. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ മെറിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അട്രാക്റ്റീവ്, ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള പീപ്പിളിനെ കിട്ടും. ഒരുപാട് ചോയ്സ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ന്യൂ ടാലൻറ്റ് ബിസിനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. എംപ്ലോയീസ്, എക്സിസ്റ്റിംഗ് സ്റ്റാഫിൻ്റെ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നിട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഡിമെറിറ്റ് പറയുകയാണെങ്കിൽ നിലവിലുള്ള വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ വരാം, പിന്നെ ഒത്തിരി സമയം എടുക്കും, വളരെ കോസ്റ്റ്ലിയുമാണ്. ഓക്കെ, അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയല്ലോ. അപ്പോൾ ഇതൊക്കെ 6 മാർക്കിലേക്ക് 5 മാർക്കിലേക്ക് വരാവുന്ന ചോദ്യങ്ങളാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് നമ്മൾ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ കൺസെപ്റ്റ് റെഫേഴ്സ് ദ മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഐഡന്റിഫൈഡ്. ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും തമ്മിലുള്ള ആ കൺസെപ്റ്റ് എന്താണ്, അല്ല ആ മിക്സിന് പറയുന്ന പേരെന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ഇറ്റ്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തേതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്ന് 1 മാർക്കിനോ 2 മാർക്കിനോ സെപ്പറേറ്റ് ചോദ്യം വരും കേട്ടോ. അത് ശ്രദ്ധിച്ച് കേട്ടെ, മിക്കവർക്കും അറിയില്ല, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റലിൽ കിട്ടുന്ന, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ഇൻക്രീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഡിബഞ്ചർ പ്രിഫറൻസ് ഷെയർസ് യൂസ് ചെയ്യുന്നതാണ്. ഒന്നും കൂടി പറയാം, നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചിട്ട് പഠിച്ചോ, കാരണം ഈ സെൻറ്റൻസ് തന്നെ ഇതിന് എഴുതേണ്ട, വേറെ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല.
ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് കിട്ടുന്ന റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി വരുന്നതിലൂടെ എന്ത് ചെയ്യും? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ചെയ്യുന്നതിലൂടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ കൊടുക്കേണ്ട റിട്ടേൺസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ദെൻ ക്യാഷ് ഫ്ലോ പൊസിഷൻ നോക്കണം. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഫേമിന് ഇപ്പോൾ 100 കോടി രൂപ വേണമെന്ന് വിചാരിക്കാം. ആ 100 കോടി രൂപ എങ്ങനെയൊക്കെ വേണം? കുറേയൊക്കെ അവർ ലോൺ എടുക്കും, കുറേയൊക്കെ ഓണേഴ്സിന് ഫണ്ടായിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റേൺ ഏർണിങ്സും ഒക്കെ ഉണ്ടാകുമല്ലോ, അതിൽ നിന്നൊക്കെ എടുക്കും. സോ അങ്ങനെ എന്തുമാത്രമൊക്കെ എടുക്കുന്നു, ഇത് ലോൺ എത്രയുണ്ട്, എത്ര ശതമാനമുണ്ട്, ഇക്വിറ്റി എന്തുമാത്രം ഉണ്ട്, റിട്ടേൺ ഏർണിങ്സ് എന്തുമാത്രം ഉണ്ട്, ഡിബഞ്ചർ എന്തുമാത്രം ഉണ്ട്, ഇതാണ് ഈ മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ പൊസിഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ക്യാഷ് ഫ്ലോ അങ്ങനെ കാര്യമായിട്ട് ഇല്ല. ക്യാഷ് ഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കടം എടുക്കാണ്ടിരിക്കുന്നതല്ലേ നല്ലത്. കാരണം കടം എടുക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റും റീപേയ്മെൻറ്റും ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കേണ്ടി വരും. പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കടം എടുക്കാത്തത് നല്ലത് അല്ലേ. പിന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്രത്തോളം കൂടുന്നു അതനുസരിച്ച് ബിസിനസ്സിന് റിസ്ക് കുറയും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കടം എടുക്കുന്നതാണ് നല്ലത്. കോസ്റ്റ് ഓഫ് ഡെറ്റും കൂടുതലാണെന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇപ്പോൾ കുറഞ്ഞ പലിശ നിരക്കിലൊക്കെ നമുക്കിപ്പോൾ ലോൺ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കടം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ടാക്സ് റേറ്റ് നോക്കണം. കാരണം നമ്മളിപ്പോൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിൽ തിരിച്ചടയ്ക്കുന്ന പലിശ ഉണ്ടല്ലോ, അത് ടാക്സിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കണം. ദെൻ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നോക്കണം. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലവുകൾ വരും. അതിനെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെടുക്കുന്നത് തന്നെയാണ് നല്ലത്? നമ്മൾ ലോൺ കടം എടുക്കുന്നതാണ് കൂടുതലും നല്ലതായിട്ട് വരുന്നത്. ദെൻ അടുത്താണ് കൺട്രോൾ. ബിസിനസ്സിൻ്റെ കൺട്രോൾ ഒരുപാട് പേരിലേക്ക് പോകരുത് എന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ കമ്പനീസ് ആക്ട്, സെബി ഗൈഡ് ലൈൻസ് ഒക്കെ നോക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ നോക്കണം. നല്ലൊരു ബൂം പീരീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാം. അതല്ല ഡിപ്രഷൻ ടൈമൊക്കെയാണ് ലോൺ എടുക്കുന്നതാണ് നല്ലത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ വാട്ട് ഡു യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ? എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള പണത്തിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡേ ടു ഡേ ഓപ്പറേഷന് ആവശ്യമുള്ളത്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നേച്ചർ ഓഫ് ദി ബിസിനസ്. ഒരു ട്രേഡിംഗ് കൺസേൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. പക്ഷേ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കൺസേൺ ആണെങ്കിലോ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ചെറിയ സ്കെയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. ലാർജ് സ്കെയിലാണെങ്കിൽ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ബിസിനസ് സൈക്കിൾ സീസണൽ ഫാക്ടേഴ്സ് നോക്കണം. സീസണിൻ്റെ സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഒരുപാട് വേണം. പ്രൊഡക്ഷൻ സൈക്കിൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഒരുപാട് വേണം. നമ്മൾ കസ്റ്റമേഴ്സിന് കടം കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ പൈസ കിട്ടുന്നില്ലല്ലോ, അപ്പോൾ നമ്മുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ അധികം വേണം. ക്രെഡിറ്റ് അവൈൽഡ്, നമുക്ക് ഇങ്ങോട്ട് കടം കിട്ടുന്നുണ്ട് സപ്ലൈസിൻ്റെ അടുത്തുനിന്നെങ്കിൽ അപ്പോൾ അത്രയും കുറച്ച് പണം കയ്യിൽ കരുതിയാൽ മതിയല്ലോ. അപ്പോഴെന്താണ്, അപ്പോൾ നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. റോ മെറ്റീരിയൽസ് ഒക്കെ വലിയ കുഴപ്പമില്ലാതെ റെഗുലറായിട്ട് കൃത്യമായിട്ട് കിട്ടും. ഒരുപാട് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ലെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. പിന്നെ അതേപോലെ തന്നെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ഒത്തിരി ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഒക്കെ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ഇൻഫ്ലേഷൻ്റെ സമയത്തും വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ഓക്കെ, ദെൻ അടുത്തത് വരുന്നതാണ് ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. അത് ഓൾറെഡി നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞല്ലോ. ആൻഡ് വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ലിസ്റ്റ് ഔട്ട് 3 ബ്രോഡ് ഡിസിഷൻസ്. ഇതൊക്കെ ഇനി 6-5 മാർക്കിലേക്ക് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. മിക്സ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ്. 4 മാർക്ക് അങ്ങനെയൊക്കെ വരും. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്ന 3 ഡിസിഷൻസ് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഫിക്സഡ് ആസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. പിന്നെ ഫിനാൻസിങ് ഡിസിഷൻ ഉണ്ട്. അതായത് ഫിനാൻസ്, നമുക്ക് വേണ്ട ഫിനാൻസ് എവിടെ നിന്നൊക്കെ നമ്മൾ റേസ് ചെയ്യണം, എത്ര ഇക്വിറ്റി വേണം,
എത്ര ഡിബഞ്ചർ വേണം, എത്ര ലോൺ വേണം, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് എന്ത് വരുന്നത്, ഫിനാൻസിങ് ഡിസിഷൻ. ദെൻ മൂന്നാമത്തേതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷനിൽ പറയുന്നത് ഫേമിന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൽ അത് എന്തുമാത്രം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എന്തുമാത്രം റീറ്റേൺ ഏർണിങ്സ് ആക്കിയിട്ട് മാറ്റി വെക്കണം എന്നുള്ള തീരുമാനമാണ് ആ ഡിവിഡൻഡ് ഡിസിഷൻ. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറിന്റെ 4 റൈറ്റ്. കൺസ്യൂമർക്ക് അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് എന്തൊക്കെയാണ്? കൺസ്യൂമർക്ക് അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് വരുന്നതാണ് റൈറ്റ് ടു സേഫ്റ്റി കിട്ടാനുള്ള റൈറ്റ്. ദെൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൽ സേഫ്റ്റി കിട്ടേണ്ട റൈറ്റ് ഉണ്ട്. ദെൻ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ചൂസ്, ഒരുപാട് ഉള്ളതിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്, പരാതിപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, അതായത് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ വിചാരിച്ച പോലെ അല്ല, ആ പ്രോഡക്റ്റ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. കൺസ്യൂമർ എഡ്യൂക്കേഷനുള്ള റൈറ്റും ഉണ്ട്. ഓക്കെ, ദെൻ അടുത്താണ് വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെന്റ്, ലിസ്റ്റ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ്. മാനേജ്മെന്റിന്റെ 3 ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ഒന്നിച്ച് നിൽക്കുന്നതാണ് അല്ലേ, ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരുപാട് ഓർഗനൈസേഷനിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നിട്ട് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യുക, ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ള ആളുകളെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് ജോലി ചെയ്യിച്ചെടുക്കുന്നതാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യാനാണ് ഇതുള്ളത്. പെർവാസീവ് ആണ്, ഒരുപാട് എല്ലാ ലെവൽസിലും എല്ലാ ഓർഗനൈസേഷനിലും ഇത് അത്യാവശ്യമാണ്. മൾട്ടി ഡയമെൻഷനിലാണ്, അതായത് ഇതിൽ 3 കാര്യങ്ങളുടെ മാനേജ്മെന്റ് വരുന്നുണ്ട്. വർക്ക് മാനേജ് ചെയ്യുക, ആളുകളെ മാനേജ് ചെയ്യുക, ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുക. പിന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. പിന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഡൈനാമിക് ഫംഗ്ഷൻ ആണ്. കാരണം ബിസിനസിന്റെ എൻവയോൺമെന്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, അതനുസരിച്ച് മാനേജ്മെന്റും മാറിക്കൊണ്ടേയിരിക്കും, മാനേജ്മെന്റ് ഫംഗ്ഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്, നമുക്ക് കാണാനും തൊടാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്കതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ്ങിൽ പറയുകയാണെങ്കിൽ നോക്കാം, ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ. ആളുകളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരും. ഇൻട്രസ്റ്റ് റേറ്റ് എക്കണോമിക് എൻവയോൺമെൻറ്റിൽ വരും. ചേഞ്ച് ഇൻ ലോസ് ലീഗൽ എൻവയോൺമെൻറ്റിൽ വരും. ഗവൺമെൻറ് വരുന്നത് പൊളിറ്റിക്കലിൽ വരും. ഓക്കെ, ദെൻ ഡിസ്ക്രൈബ് ദ ടേം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. സോ 22 ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ചെയ്തു. ഇനിയുണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാൻ. അത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടെ. ഇപ്പോൾ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്കത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ അതുകൊണ്ട് പാർട്ട് 2 എല്ലാവരും മുഴുവനായിട്ട് കാണണോട്ടോ, നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവസാനം വരെ കണ്ടവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയണേ. എല്ലാവരും കുറച്ചേ കാണാറുള്ളൂ അല്ലേ? അപ്പോൾ അവസാനം വരെ വീഡിയോ കണ്ടവർ എത്ര പേരുണ്ടെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.